ഹായ് സ്റ്റുഡൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 6 ആണ് ലാസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ വരെയുള്ള പോർഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ചസ് ഹീറ്റ് ഓൺലി വിത്ത് എ ബോഡീസ് അറ്റ് സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ. ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഇപ്പോൾ ഇവിടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ്, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ. ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഡിവൈസ് ആണ്. സൈക്ലിക് ഡിവൈസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ സൈക്ലിക് ഡിവൈസസ് എന്ന് പറയുക. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more പ്രോസസ്സസ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിട്ടുള്ള പ്രോസസ്സുകളുടെ കോമ്പിനേഷനാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഡിവൈസ് തന്നെയാണ്. എന്താണ് ഹീറ്റ് എഞ്ചിൻ്റെ ഫംഗ്ഷൻ? ഹീറ്റ് എഞ്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ യൂസ്ഫുൾ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് ആക്ച്വലി ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്ത് ലോവർ ടെമ്പറേച്ചറിലേക്ക് കുറച്ച് 2 ടെമ്പറേച്ചർ, ഒരു ഹയർ ടെമ്പറേച്ചറും ഒരു ലോവർ ടെമ്പറേച്ചർ റിസർവെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹയർ ടെമ്പറേച്ചർ റിസർവെയറിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയും. സോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഹയർ ടെമ്പറേച്ചർ റിസർവെയറിൽ നിന്നും ഹീറ്റ് അബ്സോർവ് ചെയ്ത് ലോവർ ടെമ്പറേച്ചറിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. ഈ ലോവർ ടെമ്പറേച്ചർ റിസർവെയറിന് നമ്മൾ പറയുന്ന പേരാണ് സിങ്ക് എന്ന് പറയും. SINK, സിങ്ക്. ഓക്കെ, അപ്പോൾ ഈ സോഴ്സും സിങ്കും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് അതിൽ നിന്നാണ് നമ്മൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ QH എന്ന് പറയും. ലോവർ ടെമ്പറേച്ചറിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ QL എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക? മെക്കാനിക്കൽ വർക്കായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ടു പ്രൊഡ്യൂസ് നെറ്റ് വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ അതായത് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ ഒരു സൈക്ലിക് ഡിവൈസ് ആവണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എഞ്ചിൻ ഒരു സൈക്ലിക് ഡിവൈസ് ആണ്. ഓക്കെ, പ്രൊഡ്യൂസിങ് നെറ്റ് വർക്ക് കിട്ടണം. എപ്പോഴാണ്? ഇഫ് ഇറ്റ് എക്സ്ചേഞ്ചസ് ഹീറ്റ് ഓൺലി വിത്ത് എ ബോഡി അറ്റ് എ സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ. അപ്പോൾ അതായത് ഈ ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിനും പകരം ഒരു ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂങ്കിൽ, അപ്പോൾ അതായത് നമുക്ക് എന്താണ് പറയുന്നത്? ലോവർ ടെമ്പറേച്ചർ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ലോവർ ടെമ്പറേച്ചർ സോഴ്സ് നമ്മളില്ല. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് മാത്രം ഹീറ്റ് എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഒരു ടെമ്പറേച്ചർ മാത്രമുള്ളെങ്കിൽ ഹീറ്റ് ഫ്ലോ ചെയ്യുമോ? ഇല്ല. ഹീറ്റ് ഫ്ലോ ചെയ്യാതെ നമുക്ക് വർക്ക് കിട്ടുമോ? അതില്ലാതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ക്ലിയർ ആണ്, ഒരു ഹയർ ടെമ്പറേച്ചർ ഒരു ലോവർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഹീറ്റ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? വർക്കായിട്ട്, യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കെൽവിൻ പ്ലാങ്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെൽവിൻ പ്ലാങ്ക് പറഞ്ഞതിൻ്റെ ആക്ച്വലി അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കെൽവിൻ പ്ലാങ്ക് ഇറ്റ് ഡീൽസ് വിത്ത് ദ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുമായിട്ടാണ് ആര് ഡീൽ ചെയ്യുന്നത്? കെൽവിൻ പ്ലാങ്ക് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി കെൽവിൻ പ്ലാങ്ക് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? നോ ഹീറ്റ് എഞ്ചിൻ ഹാസ് 100% എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. അതിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒറ്റ ടെമ്പറേച്ചർ, അപ്പം നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന QH എമൗണ്ട് ഓഫ് ഹീറ്റിനെ, ഈ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ മുഴുവനും എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു ലോവർ ടെമ്പറേച്ചറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. ലോവർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഹീറ്റ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, റിജക്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് ഒരു കാരണവശാലും ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന മുഴുവൻ ഹീറ്റിനെയും നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് എ പാർട്ട് ഓഫ് ഹീറ്റ് ഷുഡ് ബി റിജക്റ്റഡ് ടു ദ ലോവർ ടെമ്പറേച്ചർ. അതുകൊണ്ട് എഫിഷ്യൻസി ഒരിക്കലും എന്താവില്ല, 100% ആവില്ല. ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി 100% ആവില്ല. ഓക്കെ, അപ്പൊ ഈ 2 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലാണ് നമ്മൾ ഓർത്തിരിക്കണം. കെൽവിൻ പ്ലാങ്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഓക്കെ, ദെൻ എന്താണ് ആക്ച്വലി മീൻ ചെയ്തത്? നോ ഹീറ്റ് എഞ്ചിൻ ഹാസ് 100% എഫിഷ്യൻസി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു ക്ലോഷ്യസ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഇമ്പോസിബിൾ ഡിവൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഡിവൈസ് വർക്കിംഗ് ഇൻ എ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നു, ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ lower temperature to a body at a higher temperature without a aid of any external agency. അപ്പോൾ അത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഡിവൈസിനും ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യിക്കാൻ പറ്റില്ല വിതൗട്ട് ദ എയ്ഡ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. പുറത്തുനിന്നും ഒരു സഹായമില്ലാതെ ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമുക്കറിയാം നാച്ചുറലി ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? നാച്ചുറലി ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പിക്ചോറിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോൾഡ് ബോഡിയാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഹീറ്റിനെ ഹയർ ടെമ്പറേച്ചറിലേക്ക് ഫ്ലോ ചെയ്യിക്കണം. ഓക്കെ, ഹയർ ടെമ്പറേച്ചറിലേക്ക് ഫ്ലോ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണലി നമ്മളൊരു ഇൻപുട്ട് കൊടുക്കണം. അതാണ് ഇവിടെ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഹീറ്റിനെ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, നാച്ചുറലി ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കായിരിക്കും ഹീറ്റ് ഫ്ലോ ചെയ്യുക. ബട്ട് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊരു എക്സാമ്പിൾ ആണ് റെഫ്രിജറേറ്റർ. നമുക്കറിയാം റെഫ്രിജറേറ്റർ എന്താ ചെയ്യുന്നത്? റെഫ്രിജറേറ്റർ ലോവർ ടെമ്പറേച്ചറിൽ നിന്നാണ് ഹീറ്റ് പമ്പ് ചെയ്ത് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുന്നത്. ലോവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീസർ. ഓക്കെ, ഫ്രീസറിൽ നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഫ്രീസറിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് എങ്ങോട്ടാണ് കളയുന്നത്? അറ്റ്മോസ്ഫിയറിലേക്കാണ്. നമുക്കറിയാം. ഓക്കെ, നോർമൽ അറ്റ്മോസ്ഫിയറിലേക്കാണ് ഹീറ്റ് പമ്പ് ചെയ്യുക. അപ്പോൾ നോർമലി അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ ആംബിയൻ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ബട്ട് നമ്മുടെ റെഫ്രിജറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വർക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് വർക്ക് എന്തിനു വേണ്ടിയാണ്? കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്ററിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഫ്രിജറേഷൻ്റെ കേസിൽ നമുക്കറിയാം ഇൻപുട്ട് വർക്ക് സ്വീകരിച്ചുകൊണ്ട് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ക്ലോഷ്യസ് ലോയിൽ നിന്ന് അല്ലെങ്കിൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തരുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. ആക്ച്വലി ഹീറ്റ് ഫ്ലോ എങ്ങോട്ടാണ് എന്നതിനെ കുറിച്ച് ഒരു മീനിങ് തരുന്ന ആരാണ്? ഒരു എക്സാക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാരാണ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം നാച്ചുറലി ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ്. ഇനി ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റിനെ ഹയർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്ത പ്രോപ്പർട്ടി നമുക്കറിയാം, ഏതായിരുന്നു? ഇന്റേണൽ എനർജി ആയിരുന്നു. ഓക്കെ, ഈ സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. ഓക്കെ, എൻട്രോപ്പിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ സെക്കൻഡ് ലോയ്ക്ക് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി. ഓക്കെ, ലോ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി. ഇനി ഇതിനകത്ത് പറയേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഈ സെക്കൻഡ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന 3 ഡിവൈസസ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്?
ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ സെക്കൻഡ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസ് ആണ് എന്ത്? റെഫ്രിജറേറ്റർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസ് ആണ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്നും സെക്കൻഡ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന 3 ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി എന്ന് നമ്മൾ പറഞ്ഞു. എൻട്രോപ്പിയുടെ യൂണിറ്റ് ഓർത്തിരിക്കുക, ജൂൾ പെർ കെൽവിൻ. ഓക്കെ, ഇനി അത് സ്പെസിഫിക് എൻട്രോപ്പി ആണെങ്കിൽ നമുക്ക് എൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആയിരിക്കും സ്പെസിഫിക് എൻട്രോപ്പി ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം എൻട്രോപ്പി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ഡിസോർഡർ ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമുക്ക് എൻട്രോപ്പി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഐസ് ക്യൂബ് എടുക്കുകയാണ്. ഓക്കെ, ഐസ് ക്യൂബിലെ മോളിക്യൂൾസ് നോർമലി ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്, അവിടുത്തെ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ ഐസിനെ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി ഏതാണ്? ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഐസ് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ ആ മോളിക്യൂളിൻ്റെ റാൻഡംനെസ് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കും? ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഫ്രീഡം കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? റാൻഡംനെസ് കൂടുതലാണ്, ഡിസോർഡർ കൂടുതലാണ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ. അത് ഏത് എനർജി കൊടുത്തപ്പോഴാണ് ഈ സബ്സ്റ്റൻസിനെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തത് അല്ലെങ്കിൽ ഡിസോർഡർ ഇൻക്രീസ് ചെയ്തത്? ഹീറ്റ് എനർജി കൊടുത്തപ്പോഴാണ് ഐസിൽ നിന്നും വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്തും അതിൻ്റെ ഡിസോർഡർ ഇൻക്രീസ് ചെയ്തു. ഇനി ഈ ലിക്വിഡിനെ തന്നെ നമ്മൾ പിന്നെയും ഹീറ്റ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് എന്തിലേക്ക് മാറും? വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർ പിന്നെയും കൂടും, മോളിക്യൂൾസിൻ്റെ റാൻഡംനെസ് പിന്നെയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും മോളിക്യൂൾസിൻ്റെ ഡിസോർഡർ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ മെഷർമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക? എൻട്രോപ്പി എന്ന് പറയാം. ഓക്കെ, ഇനി എൻട്രോപ്പി ചേഞ്ച് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DS, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു dQ/T പ്ലസ് എൻട്രോപ്പി ജനറേഷൻ. ജനറേഷൻ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ജനറേഷൻ എന്നാണ്. ഈ dQ/T എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ടുണ്ടാവുന്ന എൻട്രോപ്പിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? dQ/T എന്ന് പറയുന്നത്. ഈ DQ എന്ന് പറഞ്ഞാൽ എന്താണ്? DQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലോ തൊട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, DQ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കറിയാം എൻട്രോപ്പിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജൂൾ പെർ കെൽവിൻ. ഇതായിരുന്നു എൻട്രോപ്പിയുടെ യൂണിറ്റ്. ഹീറ്റിന്റെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ ആണ്. അതേപോലെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിൻ ആണ്. അതാണ് ജൂൾ പെർ കെൽവിൻ വരാൻ കാരണം. ഇനി മറ്റൊരു സംഭവമാണ് എൻട്രോപ്പി ജനറേഷൻ. എന്താണ് എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, എൻട്രോപ്പി ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം. അതായത് ഒരു പ്രോസസ്സിൽ ജനറേറ്റ് ചെയ്യുന്ന എൻട്രോപ്പിക്കാണ് നമ്മൾ എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് എൻട്രോപ്പി ജനറേറ്റ് ചെയ്യുക? എൻട്രോപ്പി ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ഇർറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ അവിടെ എൻട്രോപ്പി ജനറേറ്റ് ചെയ്യും. ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എനർജി ലോസസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇർറിവേഴ്സിബിൾ എന്ന് പറയാം. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ, വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ, ഡ്രാഗ് ഉണ്ടെങ്കിൽ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ എനർജി ലോസ് ചെയ്യുന്നു. ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന എനർജി ഏത് തന്നെയാണ്? ഹീറ്റ് എനർജിയാണ്. നമുക്ക് രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫ്രിക്ഷൻ കാരണം ഏത് എനർജി ഉണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി കൊണ്ടുണ്ടാവുന്ന എൻട്രോപ്പിക്കാണ് നമ്മൾ എന്ത് പറയാ? എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എൻട്രോപ്പി ജനറേഷൻ എപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ? നമ്മളുടെ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ, അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് എൻട്രോപ്പി ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എൻട്രോപ്പി ജനറേഷൻ 0 ആയിരിക്കും. റിവേഴ്സിബിൾ പ്രോസസ്സിലെ എൻട്രോപ്പി ജനറേഷൻ 0 ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ മൂലം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ DQ എന്ന് പറയുന്ന ഹീറ്റ് നമ്മളായിട്ട് കൊടുക്കുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ് DQ എന്ന് പറയുന്നത്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ വരുന്നത് നമ്മൾ അലൗഡ് ചെയ്യുന്നതാണ്. ഈ
ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻട്രോപ്പി ജനറേഷൻ 0 ആയിരിക്കും ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. കാരണം റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഫ്രിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ഇല്ല. ഇനി എൻട്രോപ്പി ജനറേഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഫോർ എ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ഉള്ളപ്പോൾ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് എൻട്രോപ്പി ജനറേഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ 0 ആണെന്ന്, അല്ലെങ്കിൽ എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് വാല്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫ്രിക്ഷൻ എന്ന് പറയുന്ന സംഭവം ഒന്നെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫ്രിക്ഷൻ ഒരു നെഗറ്റീവ് വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അങ്ങനെ ഒരു പ്രോസസ്സേ ഫീസിബിൾ അല്ല. ഇഫ് എൻട്രോപ്പി ജനറേഷൻ ഈസ് ലെസ് ദാൻ 0, ഇറ്റ് ഇംപ്ലൈസ് ദ പ്രോസസ് ഈസ് ആൻ ഇംപോസിബിൾ പ്രോസസ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എൻട്രോപ്പി ജനറേഷന്റെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണോ, റിവേഴ്സിബിൾ ആണോ, ഇറിവേഴ്സിബിൾ ആണോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ക്ലോഷ്യസ് ഇനിക്വാലിറ്റി എന്താണെന്നാണ്. ക്ലോഷ്യസ് ഇനിക്വാലിറ്റി നോർമലി എൻട്രോപ്പിയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കേസാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറയുന്നത് എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് എൻട്രോപ്പി ചേഞ്ച്? dQ/T പ്ലസ് എൻട്രോപ്പി ജനറേഷൻ. ഓക്കെ, ഇനി ക്ലോഷ്യസ് ഇനിക്വാലിറ്റി പറയുന്നത് ഒരു ഇഫ് എ പ്രോസസ് ഇൻ സൈക്ലിക് പ്രോസസ്, ഒരു സൈക്ലിക് പ്രോസസ്സിനെ കുറിച്ചാണ് ആര് പറയുന്നത്? ക്ലോഷ്യസ് ഇനിക്വാലിറ്റി പറയുന്നത്. ഓക്കെ, ഒരു സൈക്കിളിൽ എങ്ങനെയാണ് എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മുടെ ക്ലോഷ്യസ് ഇനിക്വാലിറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ എടുക്കുകയാണ് ഒരു ക്ലോസ്ഡ് സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി എസ്. സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി എസ്, ഈ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. കാരണം എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ സൈക്ലിക് ഇന്റഗ്രൽ എന്ന് പറയുന്ന മീനിങ് എന്താ? സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വട്ടം എന്തിനാ റെപ്രസെന്റ് ചെയ്യണേ? സൈക്ലിക് പ്രോസസ്. ഇന്റഗ്രേഷൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യണേ? എല്ലാ പ്രോസസ്സിലും കൂടെയുള്ള എൻട്രോപ്പി ചേഞ്ചിന്റെ സമ്മാണ്. ഓക്കെ, അപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു ഫസ്റ്റ് കേസ്. അപ്പൊ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി എസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dQ/T എന്തായിരിക്കും? അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതാണ് എവിടെ? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലോഷ്യസ് ഇനിക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈക്ലിക് നമുക്കറിയാം, ഒരു നെറ്റ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡി എസ് 0 ആയേ പറ്റൂ. ഡി എസ് എപ്പോഴൊക്കെയാണ് 0 ആവുന്നത്? ഫസ്റ്റ് കേസ് എന്താണ്? ഈ ഡി ക്യൂ, സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി ക്യൂം 0 ആവണം, എൻട്രോപ്പി ജനറേഷനും 0 ആവണം. എൻട്രോപ്പി ജനറേഷൻ സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ 0 ആവണം, അതേപോലെ എൻട്രോപ്പി ജനറേഷനും 0 ആവണം. അപ്പോൾ ആര് 0 ആവും? ഡി എസ് 0 ആവും. അതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, സോ ഫോർ ദ ഫസ്റ്റ് കണ്ടീഷൻ if the cyclic integral of dQ/T is 0 എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. കാരണം എന്താണ്? സൈക്ലിക് ഇന്റഗ്രൽ dQ 0 ആവുക എന്ന് പറഞ്ഞാൽ ഡി എസ് 0 ആവാൻ വേണ്ടിയിട്ട് രണ്ടും 0 ആവുന്നു. യെസ്, എൻട്രോപ്പി ജനറേഷൻ 0 ആവുന്ന ഏത് പ്രോസസ്സിലാണ്? റിവേഴ്സിബിൾ പ്രോസസ്സിലാണ്. എൻട്രോപ്പി ജനറേഷൻ 0 ആവുന്ന ഏത് പ്രോസസ്സിലാണ്? റിവേഴ്സിബിൾ പ്രോസസ്സിൽ മാത്രമാണ് ആര് 0 ആവുക? ഈ എൻട്രോപ്പി ജനറേഷൻ 0 ആവുന്നത്. അപ്പൊ നമുക്കറിയാം സൈക്ലിക് ഇന്റഗ്രൽ dQ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ എൻട്രോപ്പി ജനറേഷൻ 0 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുന്നു. എൻട്രോപ്പി ജനറേഷൻ ഉണ്ട്. എൻട്രോപ്പി ജനറേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? എൻട്രോപ്പി ജനറേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കമ്പൽസറി എന്തായേ പറ്റൂ? അതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എൻട്രോപ്പി ജനറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്ത് പ്രോസസ്സാണ്? ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പൊ എൻട്രോപ്പി ജനറേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഈ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡി എസ് ഈക്വൽ ടു 0 ആവാൻ ഡി എസ് 0 ആയേ പറ്റൂ. സൈക്ലിക് പ്രോസസ്സിൽ ഡി എസ് 0 ആവണം. ഡി എസ് 0 ആവാൻ dQ/T എന്താവണം? dQ/T നെഗറ്റീവ് ആകണം. dQ/T എന്താവണം? നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ പറയാം. ഇങ്ങനെ പറയാം, സൈക്ലിക് ഇന്റഗ്രൽ dQ/T ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എന്ത് പ്രോസസ് ആയിരിക്കും? ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. കാരണം ഡി എസ് 0 ആവാൻ വേണ്ടിയിട്ട്
ഡി ക്യൂ ബൈ ടി ലെസ് ദാൻ 0 ആവണം. ആ സമയം എൻട്രോപ്പി ജനറേഷന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. എൻട്രോപ്പി ജനറേഷന്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ പറയാണ്. മൂന്നാമത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്, എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആവുക. ഓക്കെ, എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആവുക. എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആയാൽ എന്ത് സംഭവിക്കും? എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആവും. എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആയി. ഓക്കെ, നമുക്ക് ഡി എസ് 0 ആയേ പറ്റൂ. സൈക്ലിക് പ്രോസസ്സിൽ ഡി എസ് 0 ആയേ പറ്റൂ. അപ്പൊ എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ക്യൂ ബൈ ടി എന്താവണം? ഡി ക്യൂ ബൈ ടി പോസിറ്റീവ് ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ കിട്ടുകയാണ്. ഈ സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ പ്രോസസ് ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന സൈക്ലിക് പ്രോസസ് എന്താണ്? ഇമ്പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ് അത് ഇമ്പോസിബിൾ ആയത്? അത് ഇമ്പോസിബിൾ ആവാനുള്ള കാരണം എന്താണ്? അത് ഇമ്പോസിബിൾ ആവാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വാല്യൂ വരും. ഇത് പോസിറ്റീവ് ആയാൽ ഈ നെറ്റ് സൈക്കിളിൽ ഡി എസ് 0 ആയേ പറ്റൂ. ഡി എസ് 0 ആവണമെങ്കിൽ എൻട്രോപ്പി ജനറേഷൻ എന്താവണം? നെഗറ്റീവ് ആകണം. എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആയ പ്രോസസ് എന്താണ്? ആ പ്രോസസ് നമുക്ക് ഇമ്പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്ലോഷ്യസ് ഇനിക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലോഷ്യസ് ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ്? സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ് ആയിരിക്കും. സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് എന്ത് പ്രോസസ് ആയിരിക്കും? ഇമ്പോസിബിൾ സൈക്ലിക് പ്രോസസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് PMM2. PMM1 എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ഒപ്പോസ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PMM1 എന്ന് പറയുന്നത്. ഇനി എന്താണ് PMM2? PMM2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് 2. പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് 2. അപ്പൊ പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് 2ൽ എന്താണ് നമ്മൾ പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് 2 എന്ന് പറയാം. എന്താണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇത്രമാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? 2 ടെമ്പറേച്ചർ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നെറ്റ് വർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇഫ് ആൻ എൻജിൻ എക്സ്ചേഞ്ച് ഹീറ്റ് ഓൺലി വിത്ത് സിംഗിൾ തെർമൽ റിസർവയർ in which the heat supplied is completely converted into equivalent amount of work and its efficiency become 100%. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇമാജിനറി ഡിവൈസ്, ആക്ച്വലി ഇത് പോസിബിൾ ആണോ? അല്ല, അത് പോസിബിൾ അല്ല. അങ്ങനെയുള്ള ഇമാജിനറി ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PMM2 എന്ന് പറയുന്നത്. ഓക്കെ, 100% എഫിഷ്യൻസി ഉള്ള ഇമാജിനറി ഹീറ്റ് എഞ്ചിനെയാണ് നമ്മൾ PMM2 എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി PMM2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് നീങ്ങുന്നത്. ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്ന് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 7 തെർമോഡൈനാമിക് പ്രോസസ്സുകളെ വെച്ച് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 5 എണ്ണം റിവേഴ്സിബിൾ പ്രോസസ്സുകളും അവസാനത്തെ 2 എണ്ണം ഇറിവേഴ്സിബിൾ പ്രോസസ്സുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ഐസോപീസ്റ്റിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഐസോബാറിക് പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന ലോ എന്താണ്? ഐസോബാറിക് പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ് ഏത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചാൾസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതാണ് ചാൾസ് ലോ ആക്ച്വലി പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എന്താണ്? V/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? V/T ചെയ്താൽ മതി. V/T ഈസ് എ കോൺസ്റ്റന്റ്. V/T കോൺസ്റ്റന്റ് ആണ് നമുക്ക് എന്ത് പറയാം? V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇവിടെ V എന്ന് പറയുന്നത് വോളിയം ആണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ സിമ്പിൾ ന്യൂമറിക്കൽസിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്യുന്ന ലോ, ഗവേണിംഗ് ലോ എന്ന് പറഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന ലോ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചാൾസ് ലോ ആണ്. ഇനി ഒരു ഐസോബാറിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി യു എന്ന് പറഞ്ഞാൽ MCV/dt. നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഐസോബാറിക് പ്രോസസ് എടുത്ത് കഴിഞ്ഞാൽ DH = MCP/dt. നെക്സ്റ്റ് നമ്മൾ വർക്ക് ഡണ്ണിനെ കുറിച്ചാണ് പറയാം. ഐസോബാറിക് പ്രോസസ് നമുക്കറിയാം, ഐസോബാറിക് പ്രോസസ് നമ്മൾ എന്താ റിവേഴ്സിബിൾ പ്രോസസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ് എന്ത് തന്നെയാണ്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് തന്നെയാണ്. ഇനി ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റഗ്രൽ PdV. ഇതാണ് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഐസോബാറിക് പ്രോസസ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം എന്ത് ചെയ്താൽ മതി? ഇനിഷ്യൽ വോളിയം ടു ഫൈനൽ വോളിയം വരെ ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സായ ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും? വർക്ക് ഡൺ = കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു V2 - V1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ. എങ്ങനെയാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുക? ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: ഹീറ്റ് ട്രാൻസ്ഫർ = DU + W. DU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. അത് നമുക്കറിയാം എന്താണ്? MCP/dt. W വർക്ക് ട്രാൻസ്ഫർ നമുക്കറിയാം, W = P × V2 - V1. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി ഒരു ഐസോബാറിക് പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഐസോബാറിക് പ്രോസസ്സിന്റെ ചെറിയ ഗ്രാഫ് കൂടെ വരച്ച് നോക്കാം. ഐസോബാറിക് പ്രോസസ്സിന്റെ PV ഡയഗ്രാം എങ്ങനെയായിരിക്കും? PV ഗ്രാഫ്. ഐസോബാറിക് പ്രോസസ്സിന്റെ PV ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് വോളിയമാണ്, ഇതെന്ന് പറയുന്നത് പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ് ആയതുകൊണ്ട് അതിൻ്റെ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങാം. രണ്ടാമത്തെ പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിന് മറ്റൊരു പേരും കൂടെ നമ്മൾ ഓർത്തിരിക്കണം: ഐസോമെട്രിക് പ്രോസസ്. ഓക്കെ, ഐസോമെട്രിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഗവേൺ ചെയ്യുന്ന ലോ ഏതാണ്? ഗേ-ലൂസാക്ക് ലോ ആണ് ഐസോകോറിക് പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഗേ-ലൂസാക്ക് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ: at a constant volume the pressure is directly proportional to temperature, that is P/T is a constant, pressure by temperature is a constant. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം: P1/T1 = P2/T2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഐസോകോറിക് പ്രോസസ്സിലെ ഇന്റേണൽ എനർജി ചേഞ്ച് എങ്ങനെയാണ്? ഇന്റേണൽ എനർജി ചേഞ്ച് കാണാൻ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് എല്ലാ പ്രോസസ്സുകളിലും ഉള്ളത്: MCV/dt. എൻതാൽപ്പി ചേഞ്ച് ആണെങ്കിലോ MCP/dt. ഇനി വർക്ക് ഡൺ 0 ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ എന്തുകൊണ്ടാണ് വർക്ക് ഡൺ 0 വന്നത്? വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ = ഇന്റഗ്രൽ PdV. ഓക്കെ, ഇന്റഗ്രൽ PdV ഇത് ഐസോകോറിക് പ്രോസസ് ആണ്. ഇവിടെ വോളിയം ചേഞ്ച് എത്രയായിരിക്കും? വോളിയം ചേഞ്ച് 0 ആണ്. വോളിയം ചേഞ്ച് 0 ആയതുകൊണ്ട് വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇന്റേണൽ എനർജി ചേഞ്ച് തന്നെയാണ്. കാരണം അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോയിൽ എന്താ പറയണേ? Q is equal to du plus W. അവിടെ W 0 ആണ്. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫറും ഇന്റേണൽ എനർജി ചേഞ്ചും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഐസോകോറിക് പ്രോസസ്സിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെ ഉണ്ടാവും? PV ഡയഗ്രാം. ഇത് വോളിയം ആക്സിസ്, ഇത് പ്രഷർ ആക്സിസ്. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും ഇവിടെ കിട്ടുക.
ഓക്കെ, ഒരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക്. അടുത്ത പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിന് മറ്റൊരു പേരാണ് ഹൈപ്പർബോളിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ലോ ആണ് എന്ത്? ബോയിൽസ് ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബോയിൽസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. സോ പി വി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ പി ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ആണ്, നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷന് തുല്യമാണ്. എക്സ് ഇൻറ്റു വൈ ഈസ് എ കോൺസ്റ്റന്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇക്വേഷൻ ആണ്? ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ് എക്സ് ഇൻറ്റു വൈ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിനെ ഹൈപ്പർബോളിക് പ്രോസസ് എന്ന് കൂടി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു. പി എന്ന് പറയുന്നത് പ്രഷർ ആണ്, വി എന്ന് പറയുന്നത് വോളിയം ആണ്. അടുത്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്റേണൽ എനർജി ചേഞ്ച്. ഓക്കെ, ഇന്റേണൽ എനർജി ചേഞ്ച് ഐസോതെർമൽ പ്രോസസ്സിൽ 0 ആണ്. എന്തുകൊണ്ട് 0 ആയി? ഡി യു ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡി യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എം സി വി ഡി ടി. ഇവിടെ ഡി ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? ഐസോതെർമൽ പ്രോസസ്സിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. ഐസോതെർമൽ പ്രോസസ്സിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. അതുകൊണ്ട് ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ഈസ് 0. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ നമ്മൾ നോർമൽ ഇന്റഗ്രേഷൻ വഴിയാണ് കണ്ടുപിടിക്കുക. ഇന്റഗ്രൽ എന്താണ്? വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ നോർമൽ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സിന്റെ സെയിം ഇന്റഗ്രേഷൻ നമ്മൾ കൊടുക്കണം. ഇന്റഗ്രൽ പി ഡി വി, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. ഓക്കെ, ഇന്റഗ്രൽ പി ഡി വി. ഇവിടെ പ്രഷറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? വോളിയത്തിന്റെ ടേമിലേക്ക് കൊണ്ടുവരാം. പ്രഷർ ഈസ് ഈക്വൽ ടു സി ബൈ വി. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടും. ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി വൺ വി വൺ ലോൺ വി ടു ബൈ വി വൺ. പി വൺ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പ്രഷർ, ഇനിഷ്യൽ വോളിയം, ലോൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ആണ്, വി ടു ബൈ വി വൺ, വിച്ച് ഇസ് ഈക്വൽ ടു P1 V1 is equal to ln P1 by P2. V2 by P1 നമുക്ക് ഈ ഒരു റിലേഷൻ എന്ന് കിട്ടുന്നതാണ്. P1 V1 is equal to P2 V2. അതിനകത്ത് നമുക്ക് ഈ P1 നമ്മുടെ ഇവിടെ V2 by V1, ഈ V1 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതേപോലെ P1 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, P2 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? V2 by V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 by P2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് റിലേഷൻ കിട്ടുന്നത്. അടുത്ത നമ്മൾ MRT. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി ഇസ് ഇക്വൽ ടു എം ആർ ടി എന്നാണ്. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പി വി ഇസ് ഇക്വൽ ടു എം ആർ ടി. അത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പി വൺ വി വൺ വരും എം ആർ ടി T1 എന്ന് കൊടുക്കാം. പക്ഷേ T1 കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഐസോതെർമൽ പ്രോസസ് ആണ്. T1 ഉം T2 ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 4 റിലേഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഒന്നോ രണ്ടോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പ്രോബ്ലം അല്ല ചോദിക്കുക, ഡയറക്റ്റ് ഇക്വേഷൻ ആണ് അവർ ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ലോ Q ഈസ് ഈക്വൽ ടു du. Q ഈസ് ഈക്വൽ ടു du പ്ലസ് W. ഓക്കെ, ഇവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സെയിം ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സെയിം ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? ഐസോതെർമൽ പ്രോസസ്. അതേപോലെ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നീങ്ങാം. പ്രോസസ് ആണ് അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ഐസെൻട്രോപിക് പ്രോസസ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുക? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അഡിയാബാറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ദെൻ ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? ഐസെൻട്രോപിക് പ്രോസസ് അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിനെ ഗവേൺ ചെയ്യുന്ന ലോ എന്താണ്? ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവിടെ പ്രത്യേക പേരുകളൊന്നുമില്ല. പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ഈ ഒരു റിലേഷനെയാണ് അത്
ഫോളോ ചെയ്യുന്നത്. ആര് ഫോളോ ചെയ്യുന്നത്? അഡിയാബാറ്റിക് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നു. അഡിയാബാറ്റിക് പ്രോസസ് ഫോളോ ചെയ്യുന്ന റിലേഷൻ ആണ് പി ബി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച്. നോർമൽ ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു, എം സി വി ഡി ടി. ഓക്കെ, ദെൻ എൻതാൽപ്പി ചേഞ്ച് എം സി പി ഡി ടി. ദെൻ വർക്ക് ഡൺ. വർക്ക് ഡൺ നമ്മൾ ഒന്നുമില്ല, നോർമൽ എല്ലാ പ്രോസസ്സിലും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇന്റഗ്രേഷൻ ഇക്വേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിലേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിലേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. റിലേഷൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ബൈ ഗാമ മൈനസ് 1. P1 V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പ്രഷർ ആൻഡ് വോളിയം, ഇത് ഫൈനൽ പ്രഷർ ആൻഡ് വോളിയം. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിയാബാറ്റിക് ഇൻഡെക്സ്. ഓക്കെ, അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ് ഗാമ. അപ്പോൾ ഗാമ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗാമ ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ഓക്കെ, അപ്പോൾ സി പി ബൈ സി വിക്കാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി എന്ന് നമുക്കറിയാം. പി വി ഈക്വൽ ടു എം ആർ ടി. അങ്ങനെ നമുക്ക് എം ആർ ടി 1 എം ആർ ടി 2. ഓക്കെ, പി ടു വി ടു എന്ന് പറഞ്ഞാൽ എം ആർ ടി 2 ആണ്. അതിനകത്ത് നമ്മൾ എം ആർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എം ആർ ഇൻറ്റു ടി 1 മൈനസ് ടി 2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്? അഡിയാബാറ്റിക് പ്രോസസ് അല്ല ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയാബാറ്റിക് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് പറയാൻ കഴിയുന്ന കേസാണ് അഡിയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റേണൽ എനർജി ചേഞ്ച്. കാരണം എന്താണ്? ഹീറ്റ് നമുക്ക് ഫസ്റ്റ് ലോ എടുക്കുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് Q? Q ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡബ്ല്യു. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, അതുകൊണ്ട് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു. ഓക്കെ, നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി അല്ല. ഓക്കെ, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം, ഏത് പർട്ടിക്കുലർ കേസിൽ? അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ മാത്രം ഇന്റേണൽ എനർജി ചേഞ്ചും വർക്ക് ട്രാൻസ്ഫറും അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് അഡിയാബാറ്റിക് പ്രോസസ്സിൽ മാത്രം വർക്ക് ട്രാൻസ്ഫറിനെ നമുക്ക് ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഏത് പ്രോസസ്സിൽ മാത്രമാണ്? അഡിയാബാറ്റിക് പ്രോസസ്സിൽ മാത്രം. ഐസെൻട്രോപിക് പ്രോസസ്സിൽ മാത്രം ഈ വർക്ക് ട്രാൻസ്ഫറിനെ നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാത്ത എല്ലാ കേസിലും ഹീറ്റും വർക്കും ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി അല്ല. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ മാത്രം നമുക്ക് എന്ത് പറയാം? വർക്ക് ട്രാൻസ്ഫറിനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ജനറൽ പ്രോസസ് ആണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കേസ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിരുന്നു. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റന്റ്, ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അഡിയാബാറ്റിക്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ജനറൽ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് പോളിട്രോപിക് പ്രോസസ്. ഇവിടെ ആരും കോൺസ്റ്റന്റുകളില്ല, എല്ലാവർക്കും വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. എന്താണ് പോളിട്രോപിക് പ്രോസസ്? പോളിട്രോപിക് പ്രോസസ്സിൽ ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറഞ്ഞാൽ പി ബി റേസ് ടു എൻ ഇസ് എ കോൺസ്റ്റന്റ്. വേറെ എൻ എന്ന് പറയുന്നത് എന്താണ്? പോളിട്രോപിക് ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ അഡിയാബാറ്റിക് പ്രോസസ്സിനെ പോലെ സിമിലർ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, അവിടെ ഗാമയായിരുന്നു, ഗാമയ്ക്ക് വരെ ഇവിടെ എന്ത് വന്നു? എൻ. എന്നിന്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ? എന്നിന്റെ വാല്യൂ എന്തോ ആവാം, മൈനസ് ഇൻഫിനിറ്റി ടു എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂസും നമുക്ക് കൊടുക്കാം. അതാണ് എന്നിന്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് പോളിട്രോപിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി യു ഇസ് ഈക്വൽ ടു എം സി വി ഡി ടി. ദെൻ എൻതാൽപ്പി ചേഞ്ച് എം സി പി ഡി ടി. ദെൻ വർക്ക് ഡൺ നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ചെയ്തതുപോലെ തന്നെ ഗാമയ്ക്ക് പകരം എന്നിട്ട് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡബ്ല്യു ഇസ് ഈക്വൽ ടു P1 V1 മൈനസ് P2 B2 ബൈ എൻ മൈനസ് 1. അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ എന്നിന് പകരം ഗാമയായിരുന്നു. ദെൻ എം ആർ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ്സിനെ പോലെ തന്നെയാണ് നമുക്ക് വർക്ക് ഡൺ ഇവിടെ കിട്ടുക, ഗാമയ്ക്ക് പകരം എൻ ആയിരുന്നു മാത്രം. ബട്ട് അഡിയാബാറ്റിക് പ്രോസസ്സിലെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരുന്നു. പക്ഷേ പോളിട്രോപിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 അല്ല. വാട്ട് അബൌട്ട് ദ ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ഗാമ മൈനസ് എൻ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഗാമ എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ പോളിട്രോപിക് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഗാമ മൈനസ് എൻ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ട്രാൻസ്ഫർ ആണ്. ഈ വർക്ക് ട്രാൻസ്ഫർ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പോളിട്രോപിക് പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പോളിട്രോപിക് പ്രോസസ്സിനെ നമ്മൾ പറയാണ് എന്നിന്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് പോളിട്രോപിക് പ്രോസസ്സ് മറ്റ് പ്രോസസ്സുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എന്നിന്റെ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പോളിട്രോപിക് പ്രോസസ്സ് ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, അഡിയാബാറ്റിക് പ്രോസസ്സുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണ് കൺവേർഷൻ നമുക്ക് നോക്കാം. ഇഫ് n ഈക്വൽ ടു 0, എന്നിന് 0 കൊടുത്തേ, എന്നിന് 0 കൊടുക്കുമ്പോൾ v റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയി പോകും. ദെൻ p ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ഇഫ് n ഈക്വൽ ടു 0 ദ പോളിട്രോപിക് പ്രോസസ് ബിക്കംസ് ഐസോബാറിക് പ്രോസസ്. If n equal to 1, then the polytropic process becomes isothermal process. If n equal to 1.4 or gamma, എന്തുകൊണ്ടാണ് ഈ 1.4 പറയാൻ കാരണം? എയറിന്റെ അഡിയാബാറ്റിക് ഇൻഡെക്സ് 1.4 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 1.4 പറയാനുള്ള കാരണം. ഓക്കെ, ഇഫ് n equal to gamma, then the process becomes ഐസെൻട്രോപിക് അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ട് മാറും. ഇൻ കേസ് എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഐസോകോറിക് പ്രോസസ് ആയിട്ട് മാറും. എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിന്ന് ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, എന്നിന്റെ ഓരോ പർട്ടിക്കുലർ വാല്യൂ മാറുന്ന അനുസരിച്ച് പോളിട്രോപിക് പ്രോസസ്സ് മറ്റു പ്രോസസ്സുകളായിട്ട് കൺവേർജ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകളെല്ലാം റിവേഴ്സിബിൾ പ്രോസസ്സുകളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് പ്രോസസ്സ് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതൊന്ന് നാച്ചുറലി ഓക്കർ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഉള്ള പ്രോസസ്സുകളാണ്. ഓക്കെ, അതിനെ നമുക്ക് 1 to 2 പോസിബിൾ ആണ്. 2 to 1 എന്ന് പറയുന്നത് ആദ്യത്തെ അതേ പാത്തിലൂടെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റുന്നില്ല. ഓക്കെ, അതിൽ ഒന്നാമത്തെ പ്രോസസ്സാണ് ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്നാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇത് ഒരു ചേമ്പറാണ്. ഈ ചേമ്പറിനുള്ളിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ PI, ഇനിഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ VI. അതിനുശേഷം രണ്ടാമതൊരു ചേമ്പർ ഉണ്ട്, ഒരു വെസൽ. ആ വെസൽ ഫുള്ള് വാക്യൂമാണ്, അവിടെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം ഇവിടെ ചെറിയൊരു ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഫുൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടായിരുന്ന ആ ബ്ലോക്കേജ് എടുത്തു മാറ്റി. ഓക്കെ, ചെറിയൊരു ഹോൾ കൊടുത്തു. നമ്മൾ ബലൂണൊക്കെ നടത്തിയിട്ട് ചെറിയൊരു ഹോൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ. നമ്മൾ എക്സ്റ്റേണലി ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ അത് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഷൻ ഇവിടെ നടന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് നമ്മൾ നോക്കുക, പുറത്തുനിന്ന് നമ്മൾ വല്ല വർക്ക് കൊടുത്തോ? ഇല്ല. പുറത്തേക്ക് വല്ല വർക്ക് നമുക്ക് കിട്ടിയോ? ഇല്ല. ഇനി നമ്മൾ ഹീറ്റ് എനർജി വല്ലതും ഇൻപുട്ടായിട്ട് കൊടുത്തോ? ഇല്ല. നമുക്ക് പുറത്തോട്ട് വല്ല ഹീറ്റ് എനർജി കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇറിവേഴ്സിബിൾ നോൺ ഫ്ലോ. ഇവിടെ ഫ്ലോ നടക്കുന്നുണ്ടോ? ഇല്ല. ഒരു ഫ്ലോ ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിൽ മാത്രമാണ് ഇവിടെ ഒരു ഫ്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തൊരു നോൺ ഫ്ലോ പ്രോസസ്സ് എന്നാണ് പറയുക. ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സിന് ഫ്ലോ ഇല്ല. ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ നോൺ ഫ്ലോ അഡിയാബാറ്റിക് അൺറെസിസ്റ്റഡ് എക്സ്പാൻഷൻ പ്രോസസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് നമുക്ക് മനസ്സിലായി. നോൺ ഫ്ലോ പ്രോസസ്സാണ് നമുക്ക് മനസ്സിലായി. അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അൺറെസിസ്റ്റഡ് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വർക്ക് ട്രാൻസ്ഫർ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു റെസ്ട്രിക്ഷൻസും കൊടുക്കുന്നില്ല. നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഒന്നും കിട്ടുന്നുമില്ല, ഇൻപുട്ടായിട്ട് നമ്മൾ ഒരു എനർജിയും കൊടുക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോസസ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? ഹിയർ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഹിയർ ദ ഫ്ലൂയിഡ് അലൗഡ് ടു എക്സ്പാൻഡ് സഡൻലി ഇൻടു എ വാക്വം ചേംബർ ത്രൂ ആൻ ഓറിഫൈസ്. ഓറിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഓപ്പണിങ്സിനാണ് നമ്മൾ ഓറിഫൈസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഹോൾസ്, അതിനാണ് നമ്മൾ ഓറിഫൈസ് എന്ന് പറയുന്നത്. ഇനി ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫർ 0 ആണ്. വർക്ക് ട്രാൻസ്ഫർ ഇല്ല. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ദെൻ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദാറ്റ് ഈസ് Q is equal to, എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? Q is equal to du പ്ലസ് W. അതിനകത്ത് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, വർക്ക് ട്രാൻസ്ഫർ ഇല്ല. ദെൻ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? ഇന്റേണൽ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി ഇക്വേഷൻ നമുക്കറിയാം, mCV/dt. dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ടെമ്പറേച്ചർ ചേഞ്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ എന്തിനാണ് ചേഞ്ച് ഉള്ളത്? വോളിയം ഇൻക്രീസ് ചെയ്യും, ദെൻ പ്രഷർ
ഡിക്രീസ് ചെയ്യും. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ട്രാൻസ്ഫർ ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, ഇന്നേണൽ എനർജി ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് പ്രോസസ്, ത്രോട്ട്ലിംഗ് പ്രോസസ്. ത്രോട്ട്ലിംഗ് പ്രോസസ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയാണ് ഐസെന്താൽപിക് പ്രോസസ് നമ്മൾ പറയും. കാരണം അവിടെ ഏത് കോൺസ്റ്റന്റ് ആണ്, എൻതാൽപി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് നമുക്ക് നോക്കാം. ത്രോട്ട്ലിംഗ് പ്രോസസ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു എക്സാമ്പിൾ ആണ്. ഒരു വാൽവ് ഓപ്പണിംഗ്, വാൽവിലൂടെയുള്ള ഒരു ഫ്ലോ, ഇതൊരു ഫ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ടാപ്പ് എടുക്കുന്നു, ടാപ്പ് നമ്മൾ ഇതുപോലെ വാൽവ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ ഒരു പർട്ടിക്കുലർ എനർജിയിലാണ് നമ്മുടെ വാട്ടർ അല്ലെ ലിക്വിഡ് വരുന്നത്. അപ്പോൾ ഈ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാരോ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിലൂടെ വരുന്നതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഫുള്ള് സ്പീഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ ക്ലോസ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അവിടെ അതിൻ്റെ എന്ത് ചെയ്യുന്നു, എനർജി മുഴുവൻ ലോസ് ആവുകയാണ്. എങ്ങനെയാണ് ഈ എനർജി ലോസ് ആവുന്നത്? ചെറിയ ഹോളിലൂടെ പോകുന്നത് കൊണ്ട് ഇവിടെ ധാരാളം ഫ്രിക്ഷൻ ഉണ്ടാവും. അതേപോലെ ഈ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റിയും ഇവിടെ വളരെ കൂടുതലായിരിക്കും ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ധാരാളം എനർജി ലോസ്, ഫ്രിക്ഷൻ ലോസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറിവേഴ്സിബിൾ, ഹൈലി ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ് എന്താ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഈ പ്രോസസ്സിൽ ആക്ച്വലി സംഭവിക്കുന്നത്, ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഈ വരുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ ആക്ച്വലി റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ വാൽവിന് വരെ നമ്മളൊരു പോറസ് പ്ലഗ് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ധാരാളം സുഷിരങ്ങളുള്ള ഒരു ക്ലോസിങ് വയ്ക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ സുഷിരങ്ങളാണ്, അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുമ്പോഴും ഇതേ എഫക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ത്രോട്ട്ലിംഗ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത് പ്രോസസ് ആക്ച്വലി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി. നമുക്കവിടെ എവിടെ നമ്മൾ എക്സ്റ്റേണൽ വർക്കൊന്നും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ടാപ്പ് ഒരിടത്ത് ഒരു പർട്ടിക്കുലർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നമ്മൾ പിന്നെ ഇൻപുട്ടായിട്ട് വർക്ക് കൊടുക്കുന്നില്ല, നമുക്ക് ഔട്ട്പുട്ട് വർക്ക് കിട്ടുന്നില്ല. ഇനി അതേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നില്ല, നമുക്ക് ഹീറ്റ് കൊടുക്കുന്നില്ല, ഹീറ്റ് കിട്ടുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ത്രോട്ട്ലിംഗ് പ്രോസസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ സ്റ്റഡി ഫ്ലോ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്. ഈ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്, സ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് അതിന് ഒരു വേരിയേഷൻസും ഉണ്ടാവുന്നില്ല. ടൈമിനനുസരിച്ച് ഫ്ലോ ക്വാണ്ടിറ്റീസിലൊന്നും വേരിയേഷൻ ഉണ്ടാവില്ല. അത് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാതെ എക്സ്പാൻഡ് ചെയ്യാണ്, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദ ഫ്ലൂയിഡ് ഈസ് എക്സ്പാൻഡഡ് ത്രൂ ആൻ ഓറിഫൈസ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ എൻതാൽപി ഈസ് കോൺസ്റ്റന്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻതാൽപി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്ത്? ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതൊരു ഫ്ലോ പ്രോസസ് കൂടിയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, വർക്ക് ട്രാൻസ്ഫർ 0 ആണ്, എൻതാൽപി ചേഞ്ച് 0 ആണ്. ഓക്കെ, എൻതാൽപി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞതിന്റെ മീനിങ് എൻതാൽപി ചേഞ്ച് 0 ആണ്. ഓക്കെ, എൻതാൽപി ചേഞ്ച് DH എന്ന് പറഞ്ഞാൽ എന്താണ്? DH ഈസ് ഈക്വൽ ടു, ഇത് ഫ്ലോ പ്രോസസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ എനർജിക്ക് പകരം എൻതാൽപി കൺസെപ്റ്റ് യൂസ് ചെയ്തത്. എൻതാൽപി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, mCp/dt. mCp/dt. ഓക്കെ, ഇനി ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് ആണെങ്കിലാണ് ഈ ചേഞ്ച് ഇൻ എൻതാൽപി ഈസ് ഈക്വൽ ടു mCp/dt എന്ന് പറയുന്നത്. എൻതാൽപി ചേഞ്ച് ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. ടെമ്പറേച്ചർ ചേഞ്ചും 0 ആയിരിക്കും. ഓക്കെ, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ദ ടെമ്പറേച്ചർ ചേഞ്ച് ഈസ് ഓൾസോ 0 ഇൻ എ ത്രോട്ട്ലിംഗ് പ്രോസസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രഷർ ഈസ് റെഡ്യൂസ്ഡ്. ലാർജ് എമൗണ്ട് ഓഫ് പ്രഷർ റിഡക്ഷൻ ആണ് ഈ ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ.